ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം എടുത്തിരിക്കുന്ന വിഷയം ആത്മീകമായ ഉറക്കത്തിൽ നിന്ന്, മന്ദതയിൽ നിന്ന് ഉണരുക എന്ന വിഷയമാണ്. രാവിലെ വിശദമായി പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഇന്ന് അതിനോടനുബന്ധമായി നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്തുകൊണ്ട് നമ്മൾ ഉണരണം. അതൊരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് ഉണരണം? എല്ലാവരും ആത്മീകമായി ഉണരണം എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമില്ലേ? അതിന് വളരെ കൃത്യമായ ഒരു കാരണമുണ്ട്. ഒരു കാര്യം അറിഞ്ഞാലേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ? ഉണരുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ഈ വാക്യത്തിൽ തുടങ്ങുന്ന ഭാഗത്ത് 5:14 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. വായിക്കാം. അതുകൊണ്ട് ഇല്ലേ, അങ്ങനെ ഒരു പദം ഇല്ലേ? അതാ എനിക്ക് വേണ്ടത്. എന്താണ്? അതുകൊണ്ട് ഉറങ്ങുന്നവനെ. അപ്പോ നിശ്ചയമായും എന്തുകൊണ്ട് എന്ന് ചോദിക്കണം, അല്ലേ? അതിൻ്റെ അർത്ഥം പൗലോസ് അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണരണം. പിടികിട്ടിയോ? അതുകൊണ്ട് നിങ്ങൾ ഉണരണം. അപ്പോൾ അതാ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ഉണരേണ്ടത്? ഒന്നാമത്തെ വിഷയം ഞാൻ പറയാൻ പോകുന്നത്, ഞാനും നിങ്ങളും ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ദൈവത്തെ അനുകരിക്കാൻ വേണ്ടിയാണ്. എന്തിനാ? ദൈവത്തെ അനുകരിക്കാൻ. ദൈവത്തെ അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ ആത്മികമായി ഉറങ്ങുകയാണെങ്കിൽ അവർക്കൊരിക്കലും ദൈവത്തെ അനുകരിക്കാൻ പറ്റില്ല. പകരം അവരനുകരിക്കുന്നത് ഈ ലോകത്തെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. കേട്ടോ? പൗലോസ് പറയുകയാ, ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഈ കുഞ്ഞുങ്ങൾ അവരുടെ ബാല്യകാലത്തിൽ അവരേറ്റവും കൂടുതൽ അനുകരിക്കുന്നത് അപ്പനെയും അമ്മയാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേരുടെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അപ്പനാണ്. അമ്മയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും, അമ്മയാണ് നൊന്ത് പ്രസവിച്ചതെന്ന് പറഞ്ഞാലും, പിള്ളേരുടെ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ആരാ? അപ്പനാ. നിങ്ങളത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോകളിൽ അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് നിന്നിട്ട് കൊച്ചു കുഞ്ഞവിടെ നിൽക്കുകയാണ്, അവളെ വിളിക്കും, വാ എന്ന് വിളിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ? വാ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അമ്മ അവിടെ നിന്ന് എന്തെല്ലാം പണി കാണിച്ചാൽ ഈ കൊച്ചങ്ങോട്ടേ പോവുള്ളൂ. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, അല്ലേ? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കരുത്തിൻ്റെ പ്രതീകമാണ് അപ്പൻ, അല്ലേ? സംരക്ഷകനാണപ്പൻ, ദാതാവാണപ്പൻ, അല്ലേ? അപ്പം അതുകൊണ്ട് അപ്പനെ അനുകരിക്കാൻ കുഞ്ഞുങ്ങൾ തയ്യാറാകും. കുറച്ച് വളർന്നു കഴിയുമ്പോൾ, നമ്മളെക്കാൾ വളർന്നു കഴിയുമ്പോൾ, ഇപ്പോൾ അവരെന്ത് ചെയ്യില്ല, ഇപ്പോൾ അവർ പറയും, അപ്പം ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയും. അത് ഈ മാനുഷിക മണ്ഡലത്തിലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് വായിച്ചത്, ഒരു വലിയ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അനുകരിച്ച് എൻ്റെ പുറകെ നടക്കുന്നവരായിരുന്നു, എപ്പോഴും എൻ്റെ പുറകെ നടക്കും. പക്ഷേ ഇപ്പം ഞാൻ അവരുടെ പുറകെ നടക്കുന്നു. കാര്യം, അവർക്ക് എന്നേക്കാൾ ലോകപരിചയവും അറിവുകളും ഇന്നത്തെ ആധുനികമായ ടെക്നോളജിയും എല്ലാത്തെക്കുറിച്ചും എന്നേക്കാൾ അവർ എന്താണ് അറിവുള്ളവരായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അവർ പറയുന്നത് കേട്ടാണ് നടക്കുന്നത്. ഒരുമാതിരിപ്പെട്ട കുടുംബത്തിലെല്ലാം ഏതാണ്ട് അവസ്ഥ ഇതാ. പല കാര്യങ്ങളിലും
നമ്മളെക്കാളൊക്കെ മെച്ചമായി ഇന്ന് ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല അറിവായതുകൊണ്ട് പലപ്പോഴും നമ്മൾ അവർ പറയുന്നത് പോലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഇത് ഈ മാനുഷികമായ നമ്മുടെ ഈ മനുഷ്യരുടെ ഇടയിലേ ഉള്ളൂ ഈ സിസ്റ്റം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ അപ്പന്മാരൊക്കെ നാട്ടിലുള്ള അപ്പന്മാരൊക്കെ പഴഞ്ചനാകുന്ന അപ്പന്മാരാ. കറിയിക്കരുത്. കാരണം നമ്മുടെ അപ്പന്മാർക്കൊക്കെ പെട്ടെന്ന് അപ്ഡേറ്റ് ആകാനൊക്കെ എല്ലാവർക്കും പറ്റുകയില്ല. വിദ്യാഭ്യാസം, മക്കൾക്ക് നല്ലപോലെ വിദ്യാഭ്യാസം ഒന്നുമില്ലായിരുന്നു, 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ മോനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി. നിശ്ചയമായിട്ടും അവൻ്റെ വിദ്യാഭ്യാസത്തിന് മുമ്പിൽ, ആ ക്വാളിഫിക്കേഷന് മുമ്പിൽ അപ്പൻ എന്തായി? നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അറിവിൽ വളരെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ പറയും, പപ്പായ്ക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോൾ, മമ്മിക്ക് ഇതൊന്നും അറിയാമല്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സമ്മതിക്കേണ്ടി വരും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, അപ്ഡേഷൻ വേണ്ടാത്ത സർവജ്ഞാനിയായ സർവശക്തനായ അല്ലേ ഒരു ദൈവത്തെയാണ് നമ്മൾ അപ്പ എന്ന് വിളിക്കുന്നത്. ആ ദൈവം ഒരു കാലത്തും നമ്മെ നോക്കി ഒന്നും പഠിക്കണ്ട, അല്ലേ? ദൈവത്തെ ആരും പഠിപ്പിക്കാനും പോകണ്ട. നമ്മളിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാൻ നേരത്തൊക്കെ ദൈവത്തെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഈ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ. കർത്താവേ, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങോട്ട് മാറി ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നെന്നൊക്കെ പറയാറില്ലേ? ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും, അങ്ങനെ പോയാൽ അതിന് കുറേ ദൂഷ്യവശങ്ങൾ ഉണ്ട്, ഇപ്പുറത്തോടെ തിരിഞ്ഞു പോയാൽ കൊള്ളാമെന്നൊക്കെ പറയും. നമ്മളിങ്ങനെ ആലോചിക്കും, ദൈവം തമ്പുരാൻ ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇന്ന് ആദിയെങ്കിൽ അവസാനത്തെ കാണുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. നാം എല്ലാം അവൻ്റെ കൈപ്പണിയാണ്. ഈ ദൈവത്തെ അനുകരിക്കാൻ ഒരവസരമുണ്ടാകുക. എല്ലാം ഒന്നും അനുകരിക്കാൻ പറ്റുകയില്ല കേട്ടോ. എങ്കിലും ലഭിക്കുന്ന കൃപയനുസരിച്ച് ദൈവത്തിൻ്റെ ചില സ്വഭാവ ഗുണങ്ങളിൽ ചിലത് മാത്രം, എല്ലാം ഒന്നും പറ്റുകയില്ല, പൂർണ്ണ അളവിലും പറ്റുകയില്ല. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനാകയാൽ നിങ്ങളും സൽഗുണപൂർണരാകുവിന്ന. അയ്യോ, അത്രയൊന്നും വരാനൊന്നും പറ്റുകയില്ല. പക്ഷേ ലഭിക്കുന്ന അവസരം, ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് കുറച്ച് സ്നേഹിക്കാനും കുറച്ച് ക്ഷമിക്കാനും കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനും ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ കുറച്ചൊക്കെ നമ്മിലൂടെ ഒന്ന് വെളിപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയാ എന്നെയും നിങ്ങളെയും അരുമനാഥൻ വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ട്? ആമനത് നിന്റെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ പറ്റത്തില്ല. നീ ഇരുട്ടായിരുന്നാൽ നിനക്ക് ഈ ദൈവത്തെ അനുകരിക്കാൻ പറ്റുകയില്ല. നീ ആത്മീകമായി താഴോട്ട് പോയാൽ ഈ ദൈവത്തിൻ്റെ ഒരു സ്വഭാവവും നിനക്ക് കാണാനോ അനുകരിക്കാനോ പറ്റുകയില്ല. നീ ആത്മീകമായി എത്രത്തോളം വളരുമോ, എത്രത്തോളം വെളിച്ചത്തിലേക്ക് വരുമോ, എത്രത്തോളം ദൈവവുമായിട്ട് ക്ലോസ് ആകുമോ, എത്രത്തോളം ദൈവത്തെ അറിയാനിടയാകുമോ, അത്രമാത്രം നിനക്ക് ഈ ദൈവത്തെ പ്രദർശിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അനുകരിക്കുവാൻ പറ്റും. സ്തോത്രം. ഞാൻ പറഞ്ഞ ആശയം എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ദൈവം എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? ഈ ദൈവത്തെ അനുകരിച്ച് കാണിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അവിടുത്തെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആത്മീകമായി നാം ഉറങ്ങിയാൽ, ആത്മീകമായി നാം ക്ഷീണിച്ചാൽ, ആത്മീകമായി നാം മന്ദതയിലായാൽ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ഒരു സ്വഭാവവും നമ്മിലൂടെ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്.